ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഒരു തുടക്കം അല്ലാന്നുണ്ടെങ്കിൽ ഒരു ന്യൂ ബിഗിനിങ് എന്നൊക്കെ പറയാവുന്ന ഒരു കാര്യത്തിനെക്കുറിച്ച് ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ടാണ് വന്നേക്കണത്. അപ്പോൾ ബേസിക്കലി ഞാൻ എൻ്റെ എഞ്ചിനീയറിങ് കാര്യങ്ങളൊക്കെ പഠിച്ചത് മൂന്നാറായിരുന്നു. ഹിൽ സ്റ്റേഷനോടും കാര്യങ്ങളോടുള്ള ഒരു പ്രണയം കൊണ്ടാണ് കേട്ടോ മൂന്നാർ ചൂസ് ചെയ്തത്. നടന്നു വന്നിട്ടേക്ക് അതൊക്കെയാണ് അത്യാവശ്യം ഒരു കാട് പോലുള്ളൊരു ഏരിയയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ എങ്ങനെ ഇവിടെ എത്തി, എന്താണ് ഇവിടെ നിൽക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ പറയട്ടെ. അപ്പോൾ പറഞ്ഞു വന്നത് ഈ ഹരിതാപനോടും പച്ചപ്പിനോടും ഊഷ്മളതനോടുള്ളൊരു പ്രണയവും കുന്നിനോടും മലകളോടുള്ളൊരു പ്രണയം കൊണ്ടാണ് ഞാൻ മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജ് ഓപ്ഷൻ വെച്ച് ചൂസ് ചെയ്തത് തന്നെ. അങ്ങനെ എഞ്ചിനീയറിംഗ് കാര്യങ്ങളൊക്കെ അവിടെ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് വന്നു. എന്നാലും മൂന്നാർ എന്നും നമുക്ക് ഇഷ്ടം തോന്നുന്നൊരു സ്ഥലമായിട്ട് എൻ്റെ മനസ്സിൽ ഇപ്പോഴും നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ചാൾ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്തു. അതിൻ്റെ ഇടയിൽ യൂട്യൂബിൽ വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ ഒരു യൂട്യൂബറായി. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ പലപ്പോഴും പല കമൻറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പണ്ട് സ്റ്റാർട്ടിങ് ടൈമിലൊക്കെ. വല്ല പണിക്ക് പോക്കൂടെ, കിളക്കാൻ പോക്കൂടെ എന്നൊക്കെ. അയ്യോ, ഒരു 5 മിനിറ്റ് കഥച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഒന്നിരുന്ന് സെറ്റിലായിട്ട് ബാക്കി പറയാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് കിളക്കാൻ പോക്കൂടെ എന്നുള്ളൊരു ചോദ്യം. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം താല്പര്യമുള്ളൊരു പരിപാടിയാണ്. കാര്യത്തിൽ വേർക്കുന്നുണ്ടെങ്കിലും കൃഷിയും പരിപാടിയൊക്കെ നൈസല്ലേ. അതായത് നമ്മൾ അത്യാവശ്യം ഹരിതാപടയും പച്ചപ്പിൻ്റെയും ഇടയിൽ ഇപ്പം ഇങ്ങനെയൊക്കെ ഉള്ളൊരു സ്പേസിൽ വന്നിട്ട് നൈസായിട്ട് കൃഷി ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും എനിക്ക് നല്ല താല്പര്യമുള്ളൊരു കാര്യമാണ്. അപ്പോൾ എഞ്ചിനീയറിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വർക്ക് ചെയ്യണ ആ ഒരു ടൈമൊക്കെ കഴിഞ്ഞിട്ടും ഞാൻ പിന്നെ കൂടുതൽ ടൈമും സിറ്റീസിൽ തന്നെയായിരുന്നു സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ബേസിക്കലി ഞാനിപ്പോൾ താമസിക്കുന്നത്, അതായത് ഇപ്പോൾ താമസിക്കുന്നതല്ല, എൻ്റെ ഫാമിലിയും കാര്യങ്ങളൊക്കെ താമസിക്കുന്നത് തൃശ്ശൂരാണ്. അതേപോലെ തന്നെ പിന്നെ ഇടയ്ക്ക് വർക്ക് റിലേറ്റഡൊക്കെ ആയിട്ട് എറണാകുളത്തും കുറച്ചാളുണ്ടായിരുന്നു. അതേപോലെ തന്നെ വെറുതെ ഒരു രസത്തിന് 1.5 കൊല്ലം 2 കൊല്ലത്തിനടുത്ത് ഡൽഹിയിൽ പോയി നിന്നിട്ടുണ്ടായിരുന്നു. വർക്ക് റിലേറ്റഡ് തന്നെ ആയിട്ടായിരുന്നു കേട്ടോ. വർക്കും പിന്നെ ഫ്രണ്ട്സ് പരിപാടി കാര്യങ്ങൾ അങ്ങനെ ആയിട്ട് ഡൽഹിയിൽ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെപ്പാടെ ഫുൾ ടോട്ടൽ ഒരു സിറ്റിയിലായിരുന്നു കുറേ കാലം. അപ്പോൾ പണ്ട് തുടങ്ങിയുള്ള ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് എവിടെയെങ്കിലും റിമോട്ടായിട്ടുള്ളൊരു സ്ഥലത്ത് പോയിട്ട് കൃഷി ചെയ്ത് ചെറിയ രീതിയിലൊരു പരിപാടിയൊക്കെ തുടങ്ങിയിട്ട് ജീവിക്കാമെന്നുള്ളതിൻ്റെ ഒരു ആദ്യ സ്റ്റെപ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കേട്ടോ. വേറൊന്നുമില്ല, ഒരു ചെറിയൊരു കൃഷി പരിപാടി, കാപ്പിയും കുരുമുളകൊക്കെ വെച്ച് കയറ്റി ഇവിടെ ഒരു ചെറിയൊരു വീടൊക്കെ വെച്ച് ഈ ഒരു പറമ്പിൽ താമസിക്കാതുള്ളൊരു പ്ലാനിലാണ് സത്യത്തിൽ നമ്മളിവിടെ ഇപ്പോൾ എത്തിയേക്കണത്. അപ്പോൾ ഈ ഒരു സ്പേസ് എവിടെയാണെന്നുള്ളത് നിങ്ങൾ ഗസ് ചെയ്തിട്ടുണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. എന്നാലും നിങ്ങൾ ഗസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഞാൻ പറയാം. വയനാടാണ് നമ്മളിപ്പോൾ ഉള്ളത്. വയനാട് ഏകദേശം ഒരു 1 ഏക്കർ പ്ലോട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് കൃഷി തുടങ്ങാമെന്നുള്ളൊരു പ്ലാൻ. മെയിനായിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാപ്പിയും കുരുമുളകും. വേറെ അഡീഷണലായിട്ട് ഇപ്പോൾ ഒന്നും പ്ലാൻ ചെയ്യാനില്ല. എന്നാലും അതിൻ്റെ ഇടയിൽ കൂടെ ഇടവേളകളായിട്ടും ബാക്കിയുള്ള ഇതൊക്കെ ആയിട്ടും അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിച്ചിട്ടൊക്കെ ഓരോന്നൊക്കെ ആയിട്ട് ചെയ്യാമെന്നുള്ളൊരു പ്ലാനിൽ തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ കൃഷിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്നും അറിയില്ല. ചെയ്ത് തുടങ്ങുക, ചെയ്യണതിൻ്റെ ഒപ്പം പഠിക്കുക എന്നുള്ളൊരു ഇതിലാണ് വന്നേക്കുന്നത്. ജസ്റ്റ് ഒരു താല്പര്യം മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെയുള്ള ചേട്ടന്മാരുടെ അടുത്തും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ അടുത്ത് നമ്മളിങ്ങനെ സംസാരിച്ച് എങ്ങനെയാണിത് ചെയ്യുക, എന്താണ് ഇതിൻ്റെ പരിപാടി എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കണമൊക്കെ ഉണ്ട്. അതായത് ഇവിടെ ഓൾറെഡി ഉള്ള കർഷകരുണ്ടല്ലോ, ഇത്തിരി പ്രായമായിട്ടുള്ള ചേട്ടന്മാരൊക്കെ അടുത്ത് ചായക്കടയിലൊക്കെ പോയിരുന്നെങ്കിൽ വർത്താനം പറയുക. അപ്പോൾ അവരവരുടെ നാട്ടുകാര്യം പറയും, അതായത് ഇവിടുത്തെ നാട്ടിലത്തെ കാര്യം പറയും, അതേപോലെ തന്നെ കൃഷിയുടെ കാര്യങ്ങൾ പറയും. അപ്പോൾ ബേസിക്കലി ഇവിടെ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ നിന്നൊക്കെ ഇങ്ങോട്ട് വന്ന് ഇവിടെ നിൽക്കുന്നതെന്ന് പറയുമ്പോൾ അവർക്കൊരു താല്പര്യമൊക്കെ ഉണ്ട്. അപ്പോൾ അവരിങ്ങനെ കൃഷിനെക്കുറിച്ചും ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്കിങ്ങനെ പറഞ്ഞു തരും കേട്ടോ. അതായത് എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഒരു തുടക്കക്കാരെന്നുള്ള നിലക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ വളരെ അടിപൊളിയായിട്ട് തന്നെ പറഞ്ഞു തരാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇപ്പോൾ ഏകദേശം സൂര്യൻ അസ്തമിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം അവിടെ നൈസായിട്ട് സൂര്യൻ താഴുന്നുണ്ട്. അതേപോലെ തന്നെ ഇതാണ് നമ്മളെ പറമ്പ്. പിന്നെ ഇങ്ങനെ ഒരു സ്പേസിൽ വന്നിരിക്കുമ്പോൾ ഒരു സമാധാനം കേട്ടോ. അതായത് വേറെ പ്രത്യേകിച്ച് ബഹളങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ആകപ്പാടെ കുറേ കിളിയുടെയും സൗണ്ട് നിങ്ങൾ ചിലപ്പോൾ കേൾക്കുന്നുണ്ടാവും. കുറേ കിളികളുടെയും അതിൻ്റെയും ഇതിൻ്റെയൊക്കെ ഒച്ച. അതായത് സാധാരണഗതിയിൽ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ജീവിക്കുന്ന ആൾക്കാർക്ക് അതൊന്നും അത്ര വലിയ സംഭവമൊന്നും ആയിരിക്കില്ല. എന്നാലും നിങ്ങൾ കുറച്ച് ആൾ സിറ്റിയിലും അവിടെ ഇവിടെയൊക്കെ മാത്രം താമസിച്ച് പിന്നെ ഒരു റിമോട്ടായിട്ടുള്ളൊരു ഏരിയയിലോട്ടൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഒരു പീസായിരിക്കും, ഒരു ഇന്നർ പീസ് ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ചിലപ്പോൾ എല്ലാവരെയും കാര്യമൊന്നും ഇങ്ങനെയൊന്നും ആയിരിക്കില്ല കേട്ടോ. ഞാൻ എൻ്റെ കാര്യങ്ങളാണ് പറയണത്. അപ്പോൾ എന്താണെങ്കിലും എനിക്ക് അങ്ങനെയുള്ള ഒരു പീസും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ലൈഫിലോട്ടൊന്ന് മൂവ് ചെയ്ത് നോക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ട് ആലോചിക്കുന്നതും അതേപോലെ തന്നെ ഇങ്ങനത്തെ ഒരു സ്റ്റെപ്പ് എടുക്കുന്നതും. പിന്നെ ആസ് യൂഷ്വൽ കൂട്ടുകാരും അതേപോലെ തന്നെ വീട്ടുകാരും എല്ലാവരും പറയുന്നൊരു കാര്യം എനിക്ക് ഭ്രാന്താന്നുള്ളതാണ്. അപ്പോൾ ഞാനും അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഭ്രാന്തുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യുമല്ലോ. പിന്നെ കുറച്ചൊക്കെ ഭ്രാന്തില്ലാണ്ട് എന്തിനാണല്ലേ ജീവിക്കണത്? എന്തായാലും നമ്മൾ ജീവിക്കേണ്ട, അപ്പോൾ കുറച്ചൊക്കെ ഭ്രാന്ത് വേണ്ടേ? യെസ്, ഭ്രാന്തുണ്ട്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? എനിക്ക് ഭ്രാന്തുണ്ടാ ഇല്ലേ?
എന്താണ് നിങ്ങൾ തോന്നലെന്നുള്ളത് നൈസായിട്ടൊന്ന് കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ ചെരിഞ്ഞടക്കണ ഒരു മരത്തുമ്പോഴാണ് നമ്മളിപ്പോൾ കിടക്കണത്. ചെരിഞ്ഞടക്കണ മരം കണ്ട എല്ലാവരും ഓടിക്കയറും എന്നൊക്കെയാണല്ലോ പറയണത്. അപ്പോൾ ഈ മരം വേണ്ട ഈ നടക്കണം. അപ്പോൾ ഞാൻ നേരത്തേക്ക് തെച്ചു വന്നപ്പോൾ കറക്റ്റ് ഇരിക്കാൻ പറ്റിയൊരു സ്പേസ്. അപ്പോൾ നൈസായിട്ട് ഓടി ഇരുന്ന്. അപ്പോൾ പറഞ്ഞു വന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാട് പിടിച്ച് കിടക്കുന്ന പറമ്പൊക്കെ ഒന്ന് ക്ലീനാക്കി നല്ല അടിപൊളിയാക്കിയിട്ട് ഇവിടെ രണ്ടാമത് വീണ്ടും കൃഷിയും കാര്യങ്ങളൊക്കെ തുടങ്ങണം. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കഠിന പ്രയത്നത്തിലായിരിക്കും ഇനിയുള്ള നാളുകൾ. അപ്പോൾ ആ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇനിയിപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ എന്താ പറയുക ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആൻഡ് ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.